ആകാശവാണി വാർത്താ വീക്ഷണം രാമായണ മാസാചരണം തയ്യാറാക്കിയത് ശ്രീലത VS, മാധ്യമപ്രവർത്തക. അവതരണം ഹരിഷ്ണ. ഭാരതീയ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രാചീനവും ശ്രേഷ്ഠവുമായ കൃതിയാണ് രാമായണം. ആദികവിയായ വാൽമീകിയാൽ വിരചിതമാണ് രാമായണം. ലോകസാഹിത്യത്തിലെ ആദ്യ മഹാകാവ്യമായി രാമായണത്തെ വിശേഷിപ്പിക്കാം. ഏകദേശം 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മഹാകാവ്യം ശ്രീരാമന്റെ ജനനം, വിദ്യാഭ്യാസം, വിവാഹം, വനവാസം, സീതാപഹരണം, രാവണവധം, അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് രചിച്ചിരിക്കുന്നത്. എന്നാൽ രാമായണത്തിന്റെ മഹത്വം ചരിത്രകഥ എന്നതിലല്ല. ധർമ്മം, സത്യം, ത്യാഗം, കുടുംബ ബന്ധങ്ങൾ, രാജധർമ്മം, സൗഹൃദം, സേവനം, ഭക്തി എന്നീ മൂല്യങ്ങൾക്ക് എത്രത്തോളം മനുഷ്യജീവിതത്തിൽ വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ്. കാലാതിവർത്തിയായ ജീവിത ഗ്രന്ഥമാണത്. മനുഷ്യജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും രാമായണ കഥാസന്ദർഭങ്ങൾ പ്രസക്തമാണ്. വിവിധ ഭാഷകളിലും സംസ്കാരങ്ങളിലും രാമായണം പുതിയ രൂപങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വാൽമീകി രാമായണമാണ് അവയ്ക്കെല്ലാം അടിസ്ഥാന ഗ്രന്ഥം. 16-ാം നൂറ്റാണ്ടിൽ സംസ്കൃത ഭാഷയിലായിരുന്നു മിക്ക ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് സംസ്കൃതം അറിയാത്തതിനാൽ രാമായണം പോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ വായിക്കാനോ മനസ്സിലാക്കാനോ കഴിയുമായിരുന്നില്ല. അന്നത്തെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥയും അനാചാരങ്ങളും ശക്തമായിരുന്നു. ആത്മീയജ്ഞാനം ഏതാനും വിഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് എളുപ്പത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ലളിതമായ മലയാള ഭാഷ എഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയത്. മലയാള ഭാഷയുടെ പിതാവായ അദ്ദേഹം വാൽമീകി രാമായണത്തിന് പദാനുപത തർജ്ജമ നിർവഹിക്കുകയല്ലായിരുന്നു. കഠിനങ്ങളായ സംസ്കൃത പദങ്ങൾ ഒഴിവാക്കി ലളിതമായ സുന്ദര പദാവലികളാൽ സ്വതന്ത്ര വിവർത്തനമാണ് നടത്തിയത്. അതുകൊണ്ടുതന്നെ ശ്രീരാമനെ ഒരു മാതൃകാ രാജാവായി മാത്രമല്ല, പരബ്രഹ്മ സ്വരൂപനായ ഈശ്വരനായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സാമൂഹിക ഉന്നമനവും അദ്ദേഹം ലക്ഷ്യമാക്കി. കിളിയെക്കൊണ്ട് കഥ പറയുന്ന രീതിയിലാണ് അധ്യാത്മരാമായണം രചിച്ചത്. കിളിപ്പാട്ട് എന്ന പേര് അങ്ങനെ ലഭിച്ചു. ലളിതമായ ഭാഷയും ഭക്തിയും തത്വചിന്തയും ചേർന്ന ഈ കൃതി ക്രമേണ വീടുകളിലെല്ലാം നിത്യപാരായണ ഗ്രന്ഥമായി മാറി. രാമായണ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഭക്തിയും ധാർമ്മിക ബോധവും വളർത്തുക, മലയാള ഭാഷയെ സമ്പന്നമാക്കുകയും സാഹിത്യത്തിന് പുതിയ ദിശ നൽകുകയും ചെയ്യുക, സമൂഹത്തിൽ സദാചാരവും കുടുംബ മൂല്യങ്ങളും പ്രചരിപ്പിക്കുക, മനുഷ്യജീവിതത്തിന് ആത്മീയമായ മാർഗനിർദ്ദേശം നൽകുക എന്നിവയാണ് എഴുത്തച്ഛൻ ലക്ഷ്യമിട്ടത്. അതിനാൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുന്ന രീതി കൂടുതൽ ജനകീയമായി. ഇന്നും കേരളത്തിലെ വീടുകളിൽ കർക്കിടക മാസത്തിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ഭക്തിപൂർവം വായിക്കുന്ന പതിവ് തുടരുന്നു. മലയാള വർഷത്തിലെ അവസാന മാസമാണ് കർക്കിടകം. കാർഷിക വൃത്തി പ്രധാന ജീവിതോപാധിയായിരുന്ന പ്രാചീന കേരളത്തിൽ കർക്കിടക മാസം വളരെ കഷ്ടതയുള്ള കാലമായി കണക്കാക്കപ്പെട്ടിരുന്നു. കനത്ത മഴ, വെള്ളപ്പൊക്കം, കൃഷിപ്പണികളുടെ കുറവ്, ഭക്ഷ്യക്ഷാമം, രോഗവ്യാപനം തുടങ്ങി നിരവധി പ്രതിസന്ധികൾ ഈ മാസത്തിൽ സാധാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ കർക്കിടകത്തെ പഞ്ഞമാസം, കള്ളക്കർക്കിടകം എന്നും വിളിച്ചിരുന്നു. പുറത്തുള്ള ജോലികൾ കുറവായിരുന്നതിനാൽ ആളുകൾ വീടുകളിൽ കൂടുതൽ സമയം ചിലവഴിച്ചു. ആ സമയത്തെ ആത്മീയമായും സാംസ്കാരികമായും ഫലപ്രദമാക്കാൻ സന്ധ്യാസമയങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാമായണം വായിക്കുകയും അതിൻ്റെ അർത്ഥം കുടുംബത്തിലെ മുതിർന്ന ആൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായി. മഴയുടെ താളത്തോടൊപ്പം നിലവിളക്കിന്റെ പ്രകാശത്തിൽ മുഴങ്ങുന്ന രാമായണ പാരായണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. കാലക്രമേണ ഈ പതിവ് വീടുകളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കും സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചു. ഇന്ന് കർക്കിടകം രാമായണ മാസം എന്ന പേരിൽ കേരളമെങ്ങും ആചരിക്കപ്പെടുന്നു. കർക്കിടകം ആത്മീയതയുടെ മാസം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും മാസമാണ്. ആയുർവേദത്തിൽ ഈ മാസത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കർക്കിടക കഞ്ഞി, ഔഷധ ചികിത്സകൾ, പഞ്ചകർമ്മം തുടങ്ങിയവ ഈ മാസത്തിൽ പിന്തുടരുന്ന പതിവുണ്ട്. അതിനാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യവും സമാധാനവും നൽകുന്ന ജീവിത ശൈലിയാണ് കർക്കിടക മാസാചരണം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മാസത്തിൽ അധ്യാത്മരാമായണം ഭക്തിപൂർവം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആചാരമാണ് രാമായണ മാസാചരണം. ഇതൊരു മതപരമായ ചടങ്ങ് മാത്രമല്ല, ധാർമ്മിക മൂല്യങ്ങളും
കുടുംബ ഐക്യവും ആത്മീയ ചിന്തയും വളർത്തുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമാണ്. പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിലും വീടുകളിലും കൂട്ടായ പാരായണവും ഭജനയും സംഘടിപ്പിക്കുമായിരുന്നു. കർക്കിടകത്തിലെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ രാമനാമ സ്മരണയും പ്രാർത്ഥനയും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ആശ്വാസമായി കണ്ടിരുന്നു. രാമായണത്തിലെ ധർമ്മം, സത്യം, കരുണ, സഹനം, ത്യാഗം തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിരുന്നു. ഇന്ന് രാമായണ മാസാചരണത്തിൽ വീടുകളിൽ പാരായണം തുടരുന്നുണ്ടെങ്കിലും പല കുടുംബങ്ങളിലും സമയക്കുറവ് കാരണം കൂട്ടായ വായന കുറഞ്ഞിട്ടുണ്ട്. ടെലിവിഷൻ, റേഡിയോ, യൂട്യൂബ്, മൊബൈൽ ആപ്പുകൾ തുടങ്ങിയ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ രാമായണം കേൾക്കുന്ന പ്രവണത വർദ്ധിച്ചിട്ടുമുണ്ട്. ക്ഷേത്രങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുന്നു. വിദേശത്തുള്ള മലയാളികളും ഓൺലൈൻ വഴി രാമായണ മാസാചരണത്തിൽ പങ്കാളികളാകുന്നു. യുവതലമുറയിൽ രാമായണത്തിന്റെ മൂല്യങ്ങൾ പരിചയപ്പെടുത്താൻ വിവിധ മത്സരങ്ങളും പഠന പരിപാടികളും നടത്തുന്നു. കുടുംബത്തിനകത്തുള്ളതും കൂട്ടായ്മ നിറഞ്ഞതുമായ ആചരണമായിരുന്നു ഒരു കാലത്ത് രാമായണ മാസാചരണമെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വ്യക്തിപരമായും ആഗോളതലത്തിലും ആചരണം വ്യാപിച്ചിരിക്കുന്നു. ഇന്ന് ഡിജിറ്റൽ സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും കുടുംബമായി ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യുന്ന രീതി താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. കാലം മാറിയെങ്കിലും രാമായണ മാസാചരണത്തിന്റെ ലക്ഷ്യം മാറിയിട്ടില്ല. ധർമ്മബോധവും സത്യനിഷ്ഠയും കുടുംബസ്നേഹവും ആത്മീയ ചിന്തയും വളർത്തുക എന്നതാണ് അതിന്റെ പ്രധാന ഉദ്ദേശ്യം. ആധുനിക ജീവിത രീതികൾക്കിടയിലും ഈ പാരമ്പര്യം പുതിയ തലമുറയിലേക്ക് കൈമാറാൻ ഓരോ കുടുംബവും സമൂഹവും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. രാമായണ മാസാചരണം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ ജീവിതത്തിന്റെയും വിലമതിക്കാനാവാത്ത സമ്പത്താണ്. ഇന്നത്തെ അതിവേഗ ജീവിതത്തിലും കർക്കിടകത്തിലെ രാമായണ പാരായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് ധർമ്മവും സ്നേഹവും കുടുംബ ഐക്യവും ആത്മവിശ്വാസവുമാണ് എന്നതാണ്. ഈ മൂല്യങ്ങളെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്ന മഹത്തായ പാരമ്പര്യമാണ് കേരളത്തിന്റെ രാമായണ മാസാചരണം. സത്യം, ധർമ്മം, കരുണ, വിനയം, ആത്മനിയന്ത്രണം, കർത്തവ്യം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്താൻ ഇത് ഒരു പരിധിവരെ സഹായകമാകും. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് രാമായണം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ തലമുറകൾ തമ്മിലുള്ള ആശയവിനിമയവും അടുപ്പവും വർദ്ധിക്കുന്നു. കേരളത്തിന്റെ ആചാരങ്ങളും ഭാഷയും സാഹിത്യവും യുവതലമുറയ്ക്ക് മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നു. എഴുത്തച്ഛന്റെ ഭാഷയും സാഹിത്യ സൗന്ദര്യവും അവർക്ക് പരിചിതമാകുന്നു. രാമായണ പാരായണവും ഭക്തിഗാനങ്ങളും ധ്യാനസമാനമായ അനുഭവം നൽകുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ ബഹുമാനിക്കാനും നീതിയോടെ ജീവിക്കാനും പ്രചോദനം നൽകുന്നു. ദിവസേന നിശ്ചിത സമയം വായനയ്ക്കായി മാറ്റിവെക്കുന്നത് വായനാശീലം രൂപപ്പെടാൻ സഹായിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില വെല്ലുവിളികളും ഈ കാലത്തുണ്ട്. ഇന്നത്തെ യുവതലമുറയിൽ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ സ്വാധീനം കൂടുതലായതിനാൽ പരമ്പരാഗത വായനയോടുള്ള താൽപ്പര്യം ചിലപ്പോൾ കുറവായിരിക്കും. അർത്ഥവും പ്രസക്തിയും വിശദീകരിക്കാതെ വെറും പാരായണമായി മാത്രം അവതരിപ്പിച്ചാൽ യുവാക്കളെ ആകർഷിക്കാൻ പ്രയാസമാണ്. അതിനാൽ സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, ഡിജിറ്റൽ അവതരണങ്ങൾ, കഥാപരമായ വിശദീകരണങ്ങൾ എന്നിവയിലൂടെ രാമായണത്തിന്റെ സന്ദേശം ജീവിതവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സ്വാധീനം ഈ തലമുറയിൽ വർദ്ധിക്കും. രാമായണ മാസാചരണം വെറും മതാചാരമെന്ന നിലയിൽ മാത്രമല്ല, മൂല്യബോധം, കുടുംബ ഐക്യം, സാംസ്കാരിക പാരമ്പര്യം, മാനസിക പക്വത എന്നിവ വളർത്തുന്ന ഒരു സാംസ്കാരിക ധാർമ്മിക വിദ്യാഭ്യാസ പദ്ധതിയാക്കിയാൽ യുവതലമുറയെ സ്വാധീനിക്കാൻ കഴിയും. ശരിയായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഇന്നത്തെ സമൂഹത്തിലും പ്രസക്തമായ ഒരു ജീവിത പാഠമായി മാറും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. രാമായണ മാസാചരണം തയ്യാറാക്കിയത് ശ്രീലത വി എസ്, മാധ്യമപ്രവർത്തക.